കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്ര ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിൻ്റെ ഉദ്ഘാടന പ്രസംഗം അത് ഇന്നത്തെ ഈ ഒരു സമകാലിക കേരളത്തിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, ഒപ്പം കാർഷിക മേഖലയിൽ വന നിയമവുമായി ബന്ധപ്പെട്ട് കർഷകർ നേരിടുന്ന പ്രശ്നമെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിലുണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ വിശകലനം നമുക്കൊന്ന് നോക്കാം. കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര, അത് ഭിന്നശേഷി സംവരണ വിഷയത്തിലെ നിലവിലെ ഈ ഒരു സമരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നിലനിർത്താനുള്ള ഒരു സമരമാണെന്ന് ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു. ഒപ്പം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമന പ്രതിസന്ധി സർക്കാരിന് ഒരൊറ്റ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശ്നം വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവന്ന് നീട്ടിക്കൊണ്ടുപോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 16 സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. ഇതിന് പിന്നിൽ, വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടതിന് പിന്നിൽ നിഗൂഢമായ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു. നിയമം വൈകുന്നത് ആയിരക്കണക്കിന് അധ്യാപകരുടെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഭാവിയെ ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴി സംഘടിതമായി നീക്കൽ നടക്കുന്നതായും ക്രൈസ്തവ വിദ്യാലയങ്ങളെ വർഗീയ കേന്ദ്രങ്ങളാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഇപ്പോൾ ഒരു കാട്ടുപന്നിയെ കണ്ടാൽ ആദരപൂർവ്വം എണീറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ലോകത്ത് ഒരു ഇടത്തും ഇല്ലാത്ത ഒരു നിയമമാണ് ഇവിടെയെന്ന് അദ്ദേഹം വളരെ വേദനയോടെ പറയുകയുണ്ടായി. ഒപ്പം കുട്ടനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം അത് ഇന്ത്യയിലായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയേനെ എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിദ്യാലയങ്ങളെ എല്ലാം എന്തോ വലിയ നിഷേധാത്മകമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ വർഗീയത വമിപ്പിക്കുന്ന സ്ഥാപനങ്ങളാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ വിദ്യാലയങ്ങൾ. ഇന്നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സർക്കാരിന് പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പള്ളിക്കൂടങ്ങൾ തുറന്ന് ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥർക്ക് ജാതി മതഭേദമന്യേ അന്തസ്സോടെ വിദ്യാഭ്യാസം നൽകിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവ സഭകളുടേത്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടേത്. അത് ഇന്നും അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ്. നമ്മൾ ഓർക്കണം, ഈ അടുത്ത നാളിൽ വലിയൊരു വിവാദമുണ്ടായ ഒരു സംഭവത്തിൽ ഒരു സ്കൂളിൻ്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത്. അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒന്നാണ്. ആരാണ് അവിടെ സ്കൂളിൻ്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്? അവിടെ ഒരുപക്ഷെ പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവിടെയാണ് ചിലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്? ഈ കഴിഞ്ഞ ദിവസം ആദരണീയനായ മാധവ് ഗാഡ്ഗിൽ തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം. അത് പറഞ്ഞത് മാധവ് ഗാഡ്ഗിലാണ്, വേറെ ആരുമല്ല.
അദ്ദേഹം തന്നെ പറഞ്ഞു, ആയിരക്കണക്കിന് മനുഷ്യര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവര് വധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മളിപ്പോഴും വന്യജീവി സംരക്ഷണ നിയമവും പറഞ്ഞ് ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമായ ഒരു കാര്യമല്ല. ജനങ്ങളോട് കരുതലുള്ള ഒരു ഭരണകൂടത്തിനും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് തന്നെ അത്ഭുതം വരും. പല മൃഗങ്ങളെയും നമുക്ക് കൊന്നു തിന്നാം, പക്ഷെ തെരുവിലൂടെ മനുഷ്യനെ കടിക്കാൻ നടക്കുന്ന പട്ടികളെ കൊല്ലാൻ പാടില്ല. അവയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, വഴി മാറി പൊയ്ക്കണം. ബാക്കി ഒത്തിരി മൃഗങ്ങളെ കൊല്ലു തിന്നുന്നവരാണ്. പക്ഷേ പന്നിയുടെ മുകളിൽ കാട്ടുപന്നി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഈ എഴുന്നേറ്റ് തോന്നും. സാധാരണ പന്നിയെ കൊന്നു തിന്നാം, കുഴപ്പമില്ല. നമ്മൾ ആദരവോടുകൂടി മാറി നിൽക്കണം. കാട്ടുപന്നി നമ്മളെ തട്ടി നമ്മളെവിടെങ്ങാനും വീണ് തലയടിച്ച് മരിച്ചാൽ ആഘോഷമായ ഒരു ശവോടക്കും ഗവൺമെന്റ് 2 ലക്ഷം രൂപയും തരും. അതൊക്കെ മേടിച്ച് ബന്ധുക്കൾ ആരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോളാം. ഇങ്ങനത്തെ ഒരു നിയമം ഈ നാട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രാജ്യം? ഞങ്ങളൊക്കെ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളെക്കാളും ഭംഗിയായിട്ട് പ്രകൃതി സംരക്ഷിക്കുന്ന അനേകം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും ഈ പ്രശ്നമില്ല. അവിടെ മനുഷ്യനെ സംരക്ഷിക്കാത്ത ഒരു നിയമവും അവിടെ ഇല്ല. വന്യജീവികൾക്ക് വേണ്ടി മനുഷ്യൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന കിരാതമായ നിയമങ്ങളൊന്നും ആ രാജ്യങ്ങളില്ല. അവിടെ ജനാധിപത്യം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിളി ഉണ്ടായിട്ട് പോലും ഈ ഭരണകൂടങ്ങൾക്കൊന്നും അവിടെ യുക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം നമ്മുടെ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, കുട്ടനാടിന്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യയിലായി പോയി എന്നുള്ളത് മാത്രമാണ്. അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അവരതിനെ പറുദീസ പോലെ മനോഹരമാക്കിയേനെ, അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് വളർത്തിയേനെ. ഈ കേരളത്തിന് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ നൽകുന്ന ഒരു ഇടമാക്കി അതിനെ വളർത്തിയെടുത്തേനെ. പക്ഷെ ഇത് താമസിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു നാടാക്കി മാറ്റിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാവനാശൂന്യരായ ഈ ഭരണകർത്താക്കൾ കൊഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉടനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, കുറച്ചാൾ കഴിയുമ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നല്ലാതെ ഈ നാടിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സ്വപ്നവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് എത്ര ശോചനീയമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണ യാത്രകളുടെ പ്രസക്തി. ഇത് ഏതെങ്കിലും കുറച്ചു പേർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇത് ഈ നാടിനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ നാടിന്റെ സാധ്യതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കർഷകൻ കൃഷി മടുത്തിട്ട് ആ മേഖലയിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഈ നാടിനെ മുഴുവനും ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർഷകന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രക്ഷോഭവും ഈ നാടിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുന്നത്. നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് കുറെ അധികം അധ്യാപകരുടെ നിയമനം പാസ്സാകാതിരിക്കുന്നു. ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം പ്രശ്നമാണോ? ഒരിക്കലുമല്ല. നാനാജാതി മതസ്ഥരുണ്ട് ഈ അധ്യാപകര്, നിയമനം കിട്ടാത്ത അധ്യാപകര്. അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിലെ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം തകർന്നു പോകാതിരിക്കാനുള്ള ഒരു സമരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഈ സമൂഹത്തിന്. അപ്പോഴാണ് ഈ സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നത്. ശരിയായ ഗതിയിൽ ഈ സമൂഹം മുന്നോട്ട് പോവുക. നിങ്ങൾ ഓർക്കണം, ഒരു അധ്യാപകന് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നേരെ ചൊവ്വെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമോ? അയാൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തൊഴിലാളി പാർട്ടി പോലും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല എന്നുള്ള വലിയ വൈരുദ്ധ്യം നമ്മുടെ നാട്ടിലുണ്ട്. തൊഴിലാളി പാർട്ടികള് അരങ്ങുവാണ ഒരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ അധ്യാപകർ അനേകര് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന വല്ലാത്ത സാഹചര്യത്തിൽ അവരാരും ശബ്ദമുയർത്തുന്നില്ല.